ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടേ നമ്മളിങ്ങനെ ഒരുങ്ങി ഇറങ്ങണത് ലുലുമാൾ കാണാനായിട്ട്. കോഴിക്കോട് ലുലുമാൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്നാൽ കുട്ടികൾ കുറേ ആയി പറയണം. അപ്പോൾ അങ്ങനെ പോവാമെന്ന് വിചാരിച്ച്. നല്ല വെയിലാട്ടോ. ഞങ്ങളൊരു 12-20 ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കണമെന്ന് നോക്കിക്കിന്ന് നിസ്കരിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. പിന്നെ ബാൻ്റെ ഒരു കുടുംബക്കാരവിടെ കയറാനുണ്ട്, അമ്മോൻ്റെ അവിടെ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫറൂഖാണ്. അപ്പോൾ അവിടെ ആദ്യം കയറാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വെയിലുണ്ടെങ്കിലും നല്ലൊരു തണുത്തൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ. കാരണം ഇവിടെ നിൽക്കുമ്പോൾ വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് സ്ഥലം ഏതാണെന്ന് അറിയണില്ല കേട്ടോ. പിന്നെ അങ്ങനെ എണ്ണയൊക്കെ അടിച്ചു, ഡീസലൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് 500 രൂപക്ക് അടിച്ചിട്ട് നമ്മളിന്ന് ഫുള്ളായിട്ട് ആ ഒരു ദിവസം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അല്ലും ആദ്യമൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഇവർ വണ്ടി കയറി അപ്പോൾ ഉറങ്ങൂട്ടോ. രണ്ടാളും നല്ല ഉറക്കമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയെന്ന് കേട്ടോ. അപ്പോൾ എവിടെയും കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു കടയിലുണ്ട് എന്ന് പറഞ്ഞ പൊന്നു അങ്ങനെ ഇറങ്ങി ഞങ്ങൾ. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ഐസ്ക്രീം കിട്ടിയില്ല. സ്ഥിരം വാങ്ങുന്ന ആ ഒരു പച്ച ഐസ്ക്രീമില്ലേ മാങ്ങൻ്റെ, അത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ഐസ്ക്രീമും പിന്നെ എന്താ കോൽമിഠായി ഒക്കെ കേട്ടോ വാങ്ങിയിരുന്നത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ്, കാർക്കേറെ വിശന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പേരൊക്കെ കുറച്ച് വാങ്ങി തന്നതാണ്. അത് ഞങ്ങൾ പോരുമ്പോഴത്തേന് ഫുള്ളാക്കിയിരുന്നു കേട്ടോ. കഴിച്ച് കണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പേരൊക്കെ എല്ലായിടത്തും വണ്ടിയിൽ ഇങ്ങനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല വിലയൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അത്ര പഴുക്കാത്തൊരു ഇതിലുള്ള പേരൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ആപ്പിളും ഓറഞ്ചും കാര്യങ്ങളൊക്കെ അവിടേക്ക് വാങ്ങിയെന്ന്. മുന്തിരി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ വീട്ടിലേക്ക് വാങ്ങിയെന്ന് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആപ്പിളും എടുത്ത് തന്നിട്ടോ. പിന്നെ അത് അവരെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് വീട്. ഫറൂഖ് പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അമ്മൻ്റെ വീട്. അതാണ് വീട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ 1:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പം കൃത്യം ചോറിൻ്റെ സമയമാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ ചോറ് കഴിച്ചിട്ടാണല്ലോ വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറ് വേണ്ട എന്നിട്ട് അവർക്ക് വിശ്വാസം ഒന്നുമല്ല കേട്ടോ. ചെറിയൊരു കുട്ടീൻ്റെ കേട്ടോ ഇവിടെ. അതാണ് ഞാൻ എന്തൊക്കെ കാണിച്ചു കണ്ടില്ലേ, 7 മാസമായിട്ടുള്ളൊരു കുട്ടീൻ്റെ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണ 3 മണിക്കാണ്. എൻ്റെ ആദ്യത്തേത് കണ്ട ആ കുട്ടീൻ്റെ ഓരോ സംഭവങ്ങളിലൊക്കെ കയറി ഇതാക്കുകയാണ്. പിന്നെ ഇലക്ഷൻ്റെ ഇത് കേട്ടോ അല്ലു പ്രിയങ്ക ഗാന്ധി ജയിച്ചതും കാര്യമൊക്കെ. പിന്നെ ആദ്യം ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടോ, പിന്നെ ചായ കുടിച്ച് അതിന് കുറേ സമയം സംസാരിച്ചുകൊണ്ട് നിട്ടോ. 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് 3 മണിക്കാണ്, 1:45 എത്തിയിട്ട്. അപ്പോൾ ഞാനൊരു ആ പള്ളി നല്ല ഭംഗിയിൽ കാണാൻ ആ പള്ളി, അതുകൊണ്ടാട്ടോ അതൊരു വീഡിയോ എടുത്ത്. പിന്നെ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആയിട്ട് ഉള്ള കുട്ടികൾക്കുള്ളൊരു പൂതിയെന്ന് കേട്ടോ ലുലുമാൾ കാണണമെന്ന്. അപ്പോൾ ലുലുമാൾക്ക് പോകണതിലൂടെ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഉച്ചൻ്റെ മുന്നായിട്ട് പോകണം കേട്ടോ. വൈകുന്നേരം പോവുകയെന്നെ ചെയ്യരുത്. ഭയങ്കര തിരക്കിയിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ അത്രക്കും തിരക്കാണ്. ഞായർ പിന്നെ അങ്ങോട്ട് നോക്കും വേണ്ടാന്ന് പറഞ്ഞു. ശനി പിന്നെ കുറച്ചൊക്കെ ഒരു ഇതുള്ളത് കൊണ്ട് കുറച്ച് ഒഴിവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലുലുമാളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ലുലുമാളിലെത്തുമ്പോൾ ഏകദേശം എത്ര 3:30 ഒക്കെ ആയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചുള്ളൂ. നമ്മൾ ഫറൂഖ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. പക്ഷെ ബസ്സിനും നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ബസ് ഇവിടെ നിന്ന് പിന്നെ സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കയറി വരുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ഇങ്ങനെ എടുക്കാൻ നിന്നാൽ ഫുള്ള് ആളുകൾ കാണാമെന്നല്ലാതെ തിക്കി തിരക്കൊക്കെ പിന്നെ പോയിട്ടൊക്കെ എടുക്കണം. അപ്പോൾ പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഫുള്ള് ഫസ്റ്റ് ആയി വരുന്ന ഒരു ആകെ 2 നിലയായിട്ട് ഇതിന് മുകൾക്ക് മൊത്തം 3 നിലയാണ് ഉള്ളത്. അപ്പോൾ നേരെ ചെല്ലുന്ന ഹൈപ്പർ മാർക്കറ്റിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ താത്തിയും അളിയാക്കി ഓല വീട്ടുകാരൊക്കെ വന്നിക്കണെന്ന് പറഞ്ഞിട്ടോ. അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ഓലയും കൂടിയും കാണാമെന്ന് വിചാരിച്ചിട്ടോ. മലപ്പുറത്തുനിന്ന് ഒപ്പം പോരാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഇതാ ഓല അവിടെ നിന്ന് കിട്ടിയില്ല. നമ്മൾ ആ വീട്ടിൽ കയറിയതുകൊണ്ട് തന്നെ നേരം വൈകി അങ്ങനെ പിന്നെ പോന്നതാണ്. അവർ പിന്നെ ഫുൾ കണ്ടിട്ടുണ്ട്. അവർ 11:30 ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആയപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇവർക്ക് ഫുൾ കാണാൻ പറ്റി. ഞങ്ങൾ ഫുള്ള് എന്ന് വെച്ചാൽ പച്ചക്കറി ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞാണ്ട് തിരക്കൂട്ടിയിട്ട് അങ്ങനെ പോയിട്ടില്ല കേട്ടോ. എന്നാൽ കുറേ സ്ഥലം സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ നേരെ പോയത് 2-ാം നിലയ്ക്കാണ് കേട്ടോ. അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയതാണ്. പക്ഷേ നമ്മൾ എവിടെയും കയറിയിട്ടില്ല കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ളതിലും എല്ലാം 100 രൂപേൻ്റെ മുകൾക്കുള്ള ഇതൊക്കെ തന്നെ ഉള്ളു അവിടെ. അല്ലാതെ അതിന് താഴത്തേക്കുള്ള ഒറ്റ ഒന്നുമില്ല കേട്ടോ. 150, 200. അപ്പോൾ നമുക്ക് 3 ആൾക്കും കൂടെ കയറ്റുമ്പോൾ നല്ല ചാർജ് വരും. ഒന്നിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ എല്ലാത്തിലും കയറേണ്ടി വരും. ഇതൊക്കെ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഇത് കണ്ടില്ലേ. ഇങ്ങനെയാണ് വീഡിയോ എടുത്താൽ വരുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ വാച്ചിൻ്റെ കടകൾ, അടുത്ത ഡ്രസ്സ്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കുറേ കടകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ വിലൻ്റെ അതൊന്നും നമുക്ക് ചോദിക്കാത്തതുകൊണ്ട് അറിയണമില്ല കേട്ടോ. വില എങ്ങനെ ഉണ്ട് സംഭവം ഒന്നും അറിയില്ല.
ഇത് പിന്നെ ഫുള്ള് നമ്മൾ രണ്ടാം നില ഫുള്ള് ഇതാ ഫുഡും കുട്ടികൾക്ക് കളിക്കാനുള്ളതും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ആ ഒരു രണ്ടാം നിലയിൽ. ഫുള്ള് കണ്ടില്ലേ ഫുഡാണ്. ഈ ഒരു ഭാഗം ഫുള്ള് ഫുഡും ഈ ഭാഗം കണ്ടോ ഇതുമാണ് കേട്ടോ. പക്ഷെ നല്ല പൈസ വേണം കേട്ടോ ഇതിനൊക്കെ, നല്ല ഇതാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലും കയറിയില്ല. പിന്നെ ആദ്യം അല്ലും ഈ വണ്ടിയിലൊക്കെ നമുക്കിങ്ങനെ കുട്ടികൾ കുറേ സമയം ഇരുത്തിക്കട്ടോ. ഇത് പോവണമെങ്കിൽ നല്ല പൈസ ഉണ്ട്, 200 അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൽ പോയിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ അല്ലും ആദ്യം അതിൽ കുറേ സമയം ഇരുന്നിരുന്നു. ഈ ഭാഗമൊക്കെ ഫുഡിൻ്റെതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കാണുന്ന ഫുള്ള് ഫുഡിൻ്റെയാണ്. ഈ സംഭവം കണ്ടില്ലേ, നമ്മൾ നമുക്ക് എടുത്ത് തരും. അപ്പോൾ 1 രൂപ ഇട്ടിട്ടാണ് നമ്മൾ വേറെ എവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇതിലതല്ല, 100 രൂപ ഇടണം കേട്ടോ, എന്നാലും നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ല ഇടയിലൊക്കെ നമുക്കിങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വാങ്ങി കഴിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്നാക്സിൻ്റെ അങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഫുള്ള് ഗെയിമുകളും കാര്യങ്ങളും. ഈ ഒരു ഭാഗം സെക്ഷൻ ഫുള്ള് മുകൾക്കൊക്കെ കുട്ടികൾക്കുള്ളതാണ്. അപ്പം നമ്മൾക്ക് എപ്പോഴും എവിടെ ചെന്നാലും ഉള്ള പറച്ചിലെന്താ വെച്ചാൽ നമുക്ക് കോട്ടക്കുന്നുമ്പോൾ പോയി കളിക്കട്ടോ പറയും. സംഭവം അവിടെ നമുക്ക് മുതലാവുള്ളൂ കേട്ടോ. ഇതൊക്കെ ഗെയിമാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗെയിമാണ്. കുട്ടികൾ എന്നാലും അതിലൊക്കെ കുട്ടികളുണ്ട് കേട്ടോ, എല്ലാത്തിലും കളിക്കാൻ കുട്ടികളുണ്ട്. ഇതിന് ഫുള്ള് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ ആളുകൾ അങ്ങനെ അവരെ ഫേസ് ആവും അധികം കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു ഇതൊക്കെ ഒരു ഗെയിമാട്ടോ. ഇതെന്ത് ഗെയിമാണെന്ന് ഞാൻ അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചിട്ട് അറിയണില്ല എന്നാണ് സംഭവം. എനിക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഇതാ ഒരു ബൊമ്മകൾ എടുക്കുന്ന കേട്ടോ. അവിടെ ഫുള്ള് നമുക്കിങ്ങനെ ഒരു കമ്പിയിൽ ഇങ്ങനെ കോർത്തിട്ട് കുറേ എണ്ണം കിട്ടും. 100 രൂപക്ക് കുറേ എണ്ണം കിട്ടും. പക്ഷെ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഒരെണ്ണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയിട്ടില്ല. ഇതൊരു ട്രെയിനാണ് കേട്ടോ. പിന്നെ ഇത് ഫുള്ള് ഈ ഒരു ഭാഗത്തൊക്കെ ഫുൾ ഗെയിമാണ്. വലിയ ആളുകളും കുട്ടികളും ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ പ്രായം അങ്ങനെയൊന്നുമില്ല കേട്ടോ, വലിയ വലിയ ചെക്കന്മാരൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു സെക്ഷൻ മുഴുവൻ ആ ഒരു ഭാഗത്ത് ഫുള്ള് ഗെയിമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതാ ഒരു കുറച്ച് ചെറിയ കുട്ടികളെ കണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു കറങ്ങുന്ന ടൈപ്പും ഇതൊക്കെ ഗെയിമാണ് കേട്ടോ. ഇവിടെ ഈ ഒരു കറങ്ങുന്ന ടൈപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവത്ത് കുട്ടികളത്. മൊത്തം ആ ഒരു രണ്ടാം നില ഫുള്ള് ഒരു ഭാഗം ഗെയിമും കുട്ടികൾക്ക് കളിക്കാളും ഒരു ഭാഗം ഫുഡും. അത്ര കേട്ടോ ആ ഒരു രണ്ടാം നിലയിൽ. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് പോന്നിട്ട് ഇത് ഫസ്റ്റ് ഫ്ലോർ ആട്ടോ. ഇത് ഇവിടെ കണ്ട വെറും ഷൂവ് ചെരുപ്പ് അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ, ഒരു കടയാണ്. കണ്ടില്ലേ ഇതാണ് ഫുൾ വ്യൂ കേട്ടോ. ഫുള്ളും കടകളും ആളുകൾ ഭയങ്കര തിരക്കായിട്ടുണ്ട് ആ ഒരു സമയത്ത്. വൈകുന്നേരം ആയപ്പോൾ പോണോലാണെങ്കിൽ ഉച്ച വരെയുള്ള ആ ഒരു സമയത്ത് പോയിക്കൊണ്ട് കേട്ടോ. കണ്ടിട്ട് ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. പക്ഷേങ്കിൽ തിരക്കൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാട്ടോ പോകുന്നത്. ബാക്ക് കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു. പിന്നെ മുന്നിലേക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ കണ്ട BMW ഒക്കെ കണ്ടിട്ടോ, നറുക്കെടുപ്പ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ എല്ലാ കമ്പനീൻ്റെ ഷർട്ടും പാൻറ്റും ടീഷർട്ടും എല്ലാം ഉണ്ട് കേട്ടോ. ലെൻസോലി. പിന്നെ അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊന്ന് അതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പം തന്നെ ഒരു 1.5-2 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ നിന്നിക്കണം കേട്ടോ. ഫുള്ള് കണ്ടില്ലേ ഒരു ഭാഗം ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു സാധനമാണെങ്കിൽ അതിൻ്റെ പല മോഡലുകൾ കേട്ടോ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാം കൂടെ വെച്ചേക്കല്ല. ഒരു സംഭവമാണെങ്കിൽ അതിൻ്റെ ഫുൾ ഐറ്റംസുകൾ. പിന്നെ ക്രിസ്തുമസിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടോ. ഇത് ഫുള്ള് അതിൻ്റേതായിട്ടൊരു സെക്ഷനാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സാണ് നമുക്ക് അന്തം വിടുന്ന ഫ്രൂട്ട്സുകൾ കേട്ടോ. കണ്ടില്ലേ പല വെറൈറ്റി ആപ്പിളിൻ്റെ ഫുള്ളായിട്ട് ആപ്പിളിൻ്റെ ഒരു ഭാഗം ഫുള്ള് കേട്ടോ. അത് കണ്ടോ ഓരോ ഫ്രൂട്ടുകളും. പിന്നെ നല്ല വില കേട്ടോ, വില ഒന്നും പറയാനില്ല. അതുകൊണ്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ കണ്ടില്ലേ. ഇതെന്ന് വെച്ചാൽ ഫുള്ള് എന്താ വെച്ചാൽ ഇതിന് പ്ലംസിൻ്റെ വില കണ്ടില്ലേ 249 കിലോക്ക്. പക്ഷേ വലിയ വലിയ പ്ലംസ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ അവോക്കാഡോ ഒക്കെ കണ്ടില്ലേ കറുത്ത പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ പൈത്തതാണിത് 499 രൂപയാണ് കേട്ടോ കിലോന്. പിന്നെ ഒക്കെ വെറൈറ്റി എല്ലാം വെറൈറ്റി ഫ്രൂട്ട്സാണ്. നമ്മൾ ലുലുവിൽ പോകണം വെറൈറ്റി ഫ്രൂട്ട്സ് കാണാൻ പറയില്ല, അതുപോലെയാണ്. ആപ്പിള് എവിടത്തേക്ക് ആപ്പിളാണെന്ന് അറിയില്ല, അത്രക്കും ആപ്പിളുകളാട്ടോ പല ആപ്പിൾ. ഇതൊക്കെ പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു
സാലഡിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാട്ടോ, അതൊരു സെക്ഷനാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ കൂണിന് ആയിട്ട് ഒരു ഇതാണ് കേട്ടോ, കൂണാണ് ഈ അടുക്കി വെച്ചത്. പിന്നെ ഇങ്ങനെ ചെറികൾ കേട്ടോ, പിന്നെ ബ്ലൂബെറി, ഐബെറി അങ്ങനത്തെ ബെറീസുകളാണ് ഈ മുകളിൽ കാണുന്നത് ഫുള്ളായിട്ട് കണ്ടില്ലേ. ഇത് പിന്നെ വത്തക്ക, ഇത് തേങ്ങ ചിരവിയത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കിയിന്, വെറും 45 രൂപ അങ്ങനെ ഉള്ളൂ കേട്ടോ. ആ ഒരു ബൗള് നിറയെ തേങ്ങ ചിരവിയതാണ്. പിന്നെ ഇത് കണ്ടില്ല, അത്തിക്കായല്ലേ, നമ്മളെ അത്തിക്കായൻ്റെ പച്ചയാണ് തോന്നുന്നു കേട്ടോ. അത് ഒന്ന് എടുത്ത് നോക്കിയതാണ്. സംഭവം ഇവിടുന്ന് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ കാണാൻ പോവുകയാണല്ലോ. അത് പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങണം, അതുകൊണ്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് ഫുള്ള് ചിപ്സുകളാണ് കേട്ടോ, ഫുള്ളും ചിപ്സാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വെറും പായസത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇത് വെറും എന്താ പറയുക, മാഗി നൂഡിൽസിൻ്റെ, വെറും നൂഡിൽസിൻ്റെ സംഭവം. അത് കെച്ചപ്പിൻ്റെ, അങ്ങനെ ഫുള്ള് നമ്മൾ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അതിൻ്റെ പല കമ്പനികളെ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് അവിടെ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ പൊടികളാട്ടോ, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിൽ കണ്ടില്ലേ, പയറ് വർഗ്ഗങ്ങളും അങ്ങനെ ഉള്ള ഒരു ഇത് കേട്ടോ. അതൊരു ഭാഗം ഫുള്ള് തന്നെയാണുള്ളത്. പിന്നെ മിഠായികളുടെ ഒരു സ്ഥിരം ഒരു ഫുള്ളായിട്ട് ഒരു ഇത് ഫുള്ളും മിഠായികളാണ്, ഒന്നുമില്ല പറയാൻ. ഇത്രയും സാധനങ്ങൾ ഇനി ഇതൊന്ന് കണ്ടു നോക്കി കേട്ടോ. എനിക്ക് ഇതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് 25 രൂപ കേട്ടോ ഈ ഒരു ഡ്രിങ്കിന്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുടിച്ച് തീർത്ത്. പിന്നെ ഓരോരുത്തർ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് മിഠായികൾ, അവർക്കൊക്കെ ചോക്ലേറ്റ് മതി എന്നാണ്. പിന്നെ ഇത് ടോബിൾറോൺ പറഞ്ഞിട്ടുള്ള ആ ഒരു ചതുരമായിട്ടുള്ള, അങ്ങനെ ചതുരല്ല ത്രികോണമായിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോക്ലേറ്റുകളായിട്ട് എടുത്തിട്ട് 2 സ്നിക്കേഴ്സും ഡെയറി മിൽക്കും. പിന്നെ ഇത് ആദ്യക്ക് വേണ്ടിയിട്ട് എടുത്തേട്ടോ മുന്തിരി, അതിന് 260 അപ്പോൾ അതൊക്കെ എടുത്തത് ആ മിഠായി കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഫറൂഖ് പഴയ പാലാണ് കേട്ടോ. ഞങ്ങൾ വഴി തെറ്റിയാണ്ട് വന്ന് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ബേപ്പൂർക്ക് പോകാനുള്ളത് വഴി തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളതാ അങ്ങനെ ബേപ്പൂരൊക്കെ എത്തി. താത്തിയും അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, കണ്ടില്ലേ അളയാക്കിയോലൊക്കെ. അപ്പം അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ബേപ്പൂര് നമ്മളെ പാലമുണ്ടല്ലോ, കടൽപ്പാലം, അത് അവിടെയൊക്കെ ഞങ്ങളൊന്നിങ്ങനെ നോക്കിയിട്ടുള്ളൂ കേട്ടോ, അവിടെ നിന്നില്ല. അപ്പോൾ ഇവർക്ക് ജങ്കാറിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ജങ്കാറിൽ കയറാമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടായിട്ട് പോയത്. ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു പോയിട്ടുള്ളൂ, ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ജങ്കാറിൽ എത്തുന്ന അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അതാ ഇതാണ് കേട്ടോ അവിടെ കടൽപ്പാലം. രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടം വരെ ഞങ്ങളൊന്നിങ്ങനെ ഇതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നടന്നു പോയിട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ ബീച്ചിക്ക് കുറച്ചുകൂടെ ബീച്ചിക്ക് ഇറങ്ങാൻ കേട്ടോ, ഇറങ്ങുന്ന സംഭവത്തൊക്കെ ഇതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും താത്തിയും പിന്നെ അളയക്കാൻ്റെ അവിടുത്തെ ഓലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പൊന്നും ഞങ്ങളൊന്നും ഇറങ്ങിയില്ല, ഭയങ്കര മണലാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ മേൽക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഹാദിക്ക് പിന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഷൂവും പാൻറ്റൊക്കെ ഊരണം. പക്ഷെ അങ്ങനെ മണലാക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു പനിയും ഒക്കെ ഉണ്ട്, പുണ്ണിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ മീൻ പിടിക്കണ തോണികൾ വരുന്നോണ്ടേ ആകെ പരുന്തുകളാണ് കേട്ടോ, ഫുള്ള് കണ്ടില്ലേ, ഫുള്ളും പരുന്താണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ചൊക്കെ പമ്പീസൊന്നും ഇതൊന്നും നനക്കണ്ട പുതിയത് മാറ്റിയതായിരുന്നു. കാല് മാത്രം ഇങ്ങനെ നനച്ചതിൻ്റെ ഇടയിൽ മുത്തുട്ടി കടലമ്മ എന്ന് എഴുതിയതേ മായ്ക്കുണ്ടോ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പൊന്നു കണ്ടോ, പിന്നെ തീരെ ആയിക്ക് വെള്ളത്തിൽ ഇറങ്ങൂല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുട്ടികൾ കണ്ടില്ലേ, അവർക്ക് ഭയങ്കര ഇതായിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അളയാക്കിയും ഇതൊക്കെ പിന്നെ ആരാന്നറിയില്ല, കുറേ ആൾക്കാർ നമ്മൾ വീഡിയോയിൽ പിന്നെ കുറേ അറിയാത്ത ആൾക്കാരും പെടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പം ജങ്കാറ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണം കേട്ടോ. കുറച്ചുള്ളൂ, നമുക്ക് അങ്ങോട്ട് 5 രൂപ ഇങ്ങോട്ട് 5 രൂപ. അപ്പം അങ്ങോട്ട് പോകുന്നത് മീനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ല, ഇവരൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടി ആയിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതും ആളുകളൊക്കെ ഇറക്കിയാണ്ടതാണ് ഞങ്ങളങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ആളുകൾ കയറിയിട്ടോ വണ്ടീനെ ആക്കുള്ളൂ, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഫുള്ളും ബ്ലോക്കാവും, ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ചുള്ളൂ ദൂരെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ തീ തന്നെ പോകണം കേട്ടോ. അപ്പം ഇഷ്ടം പോലെ വണ്ടികളാണ്. അപ്പോൾ അവിടെ മീനുണ്ടെന്ന് പറഞ്ഞാണ്ട് അളയാക്കൻ്റെ ഒരു ചെങ്ങായി ഉണ്ട് അവിടെ. അപ്പോൾ മീൻ കിട്ടും, നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ. അപ്പോൾ കണ്ട ആ ഒരു കടൽപ്പാലത്തിൻ്റെ ലൈറ്റും കാര്യമൊക്കെ കണ്ടില്ലേ. അങ്ങനെ അതാ മീനിന് വേണ്ടി കണ്ട് ഇരുട്ടാവൽ തുടങ്ങിയാണ് കേട്ടോ. 6:30-ക്കാണെങ്കിൽ അത് അങ്ങോട്ട് തന്നെ മടങ്ങുകയും ചെയ്യും, അപ്പോൾ അതിന് കയറും വേണം. അപ്പോൾ കണ്ടില്ല, മത്തി അയല അങ്ങനത്തെ മീനുകളൊക്കെ ഉള്ളൂ കേട്ടോ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ വേറെ ഇത് സൂതി കേട്ടോ, ഈ 2 സൂതിയും പിന്നെ കുറച്ച് കണ്ടില്ലേ അതും കൂടെ 150 രൂപ അങ്ങനെയൊക്കെ കേട്ടോ. ഒരു കൊട്ടകളൊക്കെയാണ്. അയല അപ്പം പിടിച്ചു കൊടുന്ന അയലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അയല 5 കിലോന് 300 രൂപ കേട്ടോ. കണ്ടില്ല, അങ്ങനെ വാങ്ങി ഞങ്ങൾക്ക് 3 കുട്ടികൾക്കും കൂടി ഇട്ട് വാങ്ങിയതാട്ടോ. അപ്പം അങ്ങനെ രാത്രി 6:30-ക്ക് വരുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിക്കുകയാണ് കണ്ടില്ലേ. കുറേ ആളുകളുണ്ട് ആ സമയത്തുണ്ട്, കുറേ ആൾക്കാർ. ഇനി ഒരട്ടം കൂടി അത് ഇങ്ങോട്ട് വരും തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉണ്ടാവില്ല കേട്ടോ, പിന്നെ സർവീസ് ഉണ്ടാവില്ല. ഒരു 7 മണിക്ക് ഒന്നും കൂടെ ഒരു സർവീസും കൂടെ ഉണ്ട് തോന്നുന്നു, പിന്നെ ഇല്ല കേട്ടോ. അപ്പം കണ്ടില്ലേ, അതിൽ നിറയെ വണ്ടികൾ തന്നെയാണ് ആ സമയത്തും. ഇതാണ് ആ കടൽപ്പാലത്തിൻ്റെ രാത്രിയിലുള്ളൊരു വ്യൂ കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതതിൻ്റെ ആ ഒരു മോട്ടർ കേട്ടോ. അപ്പം ഞാൻ ചെറുതായിട്ട് പോയി തുടങ്ങിയാൽ പിന്നെ അനക്കൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊന്ന് വീഡിയോ എടുത്താണ്ട് പിന്നെ അങ്ങനെ ഇതവർ പോയി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്ന് കണ്ട് ഹോട്ടലിൽ കയറി. ഭയങ്കര വിശപ്പുണ്ടായി. നമ്മൾ ഉച്ചക്ക് അങ്ങനെ ഒന്നും കാര്യമായിട്ട് കഴിക്കാത്തല്ലേ, എന്നാൽ പേരൊക്കെ ഫുള്ള് ഞാൻ കഴിച്ച് തീർത്തിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 7:40-നാണ് ഹോട്ടലിൽ കയറുന്നത്. അവിടെ നിന്ന് മന്തിയും അൽഫാമാണ് കേട്ടോ വാങ്ങിയിരുന്നത്, എരിവില്ലാത്ത അൽഫാം പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു. ഫുൾ മന്തിയെന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, മുത്തുട്ടി ഞങ്ങൾ കൈ വിട്ടാണ്ട് ഒറ്റ ഓട്ടം ഒരു സ്കൂട്ടിൻ്റെ മുന്നിൽ. സ്കൂട്ടി ഇടിച്ചില്ല കേട്ടോ, അങ്ങനെ ഒരുതിൽ നിന്ന് ആകെ പേടിച്ചിരുത്. പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.